ഹലോ. അപ്പം ഇന്ന് നടന്ന IPL മത്സരത്തിൽ പഞ്ചാബ് മുംബൈക്കെതിരെ ഒരു ഈസി വിൻ എന്ന് പറയപ്പെട്ട രീതിയിലുള്ള ഒരു ജയമാണ് നേടിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണമെന്നും വേറൊരു സൈഡിലൊരു ക്യാപ്റ്റൻ എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതും കണ്ട ഒരു കളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മുംബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പുള്ളി ബാറ്റിങ്ങിലും ബോളിങ്ങിലും അമ്പെ പരാജയപ്പെട്ടു പോയി. കുറച്ചാളായിട്ട് പുള്ളിക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റനായ പിന്നെ. ഇപ്പം പുള്ളിക്ക് ആകെ പറയത്തക്ക ഒരു റെക്കോർഡെന്ന് പറയുന്നത് മുംബൈയുടെ ആദ്യത്തെ കളിയിൽ മുംബൈയെ ഈ സീസണിൽ ആദ്യത്തെ കളിയിൽ പുള്ളിക്ക് മുംബൈയെ ജയിപ്പിക്കാൻ പുള്ളി ടീമിനെ ജയിപ്പിക്കാൻ പറ്റി എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സീസണിൽ പുള്ളിക്ക് പറയത്തക്ക ഒരു റെക്കോർഡായിട്ടുള്ളത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളി ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരു നോർമലിനും ഒരു ബിലോ ആവറേജ് ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങേ സൈഡിലാട്ടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിലുള്ള ശ്രേയസ് അയ്യർ, എന്നാ കളിയാണ്, മന്ത്രി കളിയാണ് പുള്ളി കളിച്ചത്. ഓപ്പണിംഗ് ഇറങ്ങിയ പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ്, അതും മാച്ച് ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പാണ് ആക്ച്വലി പഞ്ചാബിന് 16 ഓവറിൽ ഒരു ജയം ഈസിയാക്കി കൊടുത്തത്. ഒരിക്കലും പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ ഇന്നിങ്സിനെ കുറച്ച് കാണുന്നില്ല. പക്ഷേ അതേ സമയത്ത് ശ്രേയസ് അയ്യർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പുള്ളി ബാറ്റ് ചെയ്തപ്പോഴാണെങ്കിലും പുള്ളി ഇന്നെടുത്ത ഒരു ക്യാച്ച് ആണെങ്കിലും ബൗണ്ടറി ഉറപ്പാക്കിയ ഒരു ക്യാച്ചാണ് പുള്ളി വളരെ അത്ഭുതകരമായിട്ട് തന്നെ വിക്കറ്റിലേക്ക് ആക്കിയെടുത്തത്. അപ്പം നമ്മൾ കണ്ടതാണ് ഈ ഒരു സീസൺ മാത്രമല്ല പുള്ളി ഇങ്ങനെ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നത്. കഴിഞ്ഞ സീസണാണെങ്കിലും പുള്ളി കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചാണ് ടീമിനെ നല്ലൊരു പ്ലേ ഓഫിലേക്ക് വരെ എത്തിച്ചത് പഞ്ചാബിനെ. അപ്പം ഈ സീസണിലും പുള്ളി അതിൻ്റെ നിർത്തിയെടുത്തുനിന്ന് ബാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അടുപ്പിച്ച് 350. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു 350 അടുപ്പിച്ച ഒരു റെക്കോർഡ് ഈ അടുത്തെങ്കിലും ഒരു ഇതിൽ പറയാനായിട്ട് ഒരു പ്ലെയറിന് നമുക്ക് പറയാനായിട്ടുള്ളതില്ല. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ പുള്ളി ഒരു മാച്ച് ഡിഫൈനിങ് അല്ലെങ്കിൽ ഒരു ഈ തവണ കപ്പടിക്കാൻ ഡിസേർവിംഗ് ആയിട്ട് വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. അപ്പം പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടീമാകട്ടെ, ആ ടീമിലെ ഓരോ പ്ലെയറും എന്തൊരു എഫേർട്ടാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, യുസ്വേന്ദ്ര ചാഹൽ പുള്ളി വേറൊരു ടീമിനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ ഒരു ടീമിലേക്ക് വന്നപ്പോഴുള്ള പുള്ളിയുടെ പ്രകടനത്തിലെ ഒരു മാറ്റം ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതുപോലെ ഒട്ടനവധി പ്ലേയേഴ്സ്, ഒരു മിനി ഓസ്ട്രേലിയൻ ടീമെന്ന് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പഞ്ചാബിനെ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പ്രൊഫഷണലിസത്തിനാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും പഴയ ഒരു ഓസ്ട്രേലിയൻ ടീമിനെ ആ ഒരു ഓസ്ട്രേലിയൻ ടീമിൻ്റെ അതേ ഒരു പ്രഭാവം നിലനിർത്താനായിട്ട് പഞ്ചാബിന് സാധിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവർ ഈ സീസണിൽ കപ്പടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.